ഇതേപോലെ മാങ്ങ മുറിച്ച് മിക്സിയിലിടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ട മുളക്, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വെളുത്തുള്ളീൻ്റെ അല്ലി, അതിന് കുറച്ച് ഉപ്പ്. എന്നിട്ടിത് അരച്ചുകൊണ്ട് വരാം. അരച്ചത് നമ്മൾ അങ്ങനെല്ലാം കോരി ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കരണ്ടിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മുളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തി റെഡി.